Today we are with Anand Yogesh, GM of Fair Future Holidays and Vacations. എന്താണ് സെൽഫ് ഡ്രൈവ്? സെൽഫ് ഡ്രൈവ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വന്തമായിട്ടൊരു കാർ ഓടിക്കുന്നു, അതാണ് സെൽഫ് ഡ്രൈവ്. ദാറ്റ് ഈസ് ദ സ്മോളസ്റ്റ് വേ ഐ ക്യാൻ എക്സ്പ്ലെയിൻ. ആ ഓടിക്കണയിൽ നമുക്ക് പല അഡ്വാൻറ്റേജസ് ഉണ്ട്. പല അഡ്വാൻറ്റേജസിൽ ഒന്നാണ് നമുക്ക് നമ്മുടെ ഫാമിലി അല്ലെങ്കിൽ ഫ്രണ്ട്സായിട്ട് പോകുന്നു, നമുക്ക് പ്രൈവസി കിട്ടുന്നു. ട്രാവൽ ചെയ്യുമ്പോൾ വി ഹാവ് അവർ ഓൺ പ്രൈവസി, വി ഹാവ് വിത്ത് അവർ ഓൺ പീപ്പിൾ. പിന്നെ നമ്മൾ കൊടുക്കുന്ന ഒരു കോൺവോയ് ആണ്. കോൺവോയ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു 6, 7, 8, 9 വണ്ടികൾ കൂടെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് കോൺവോയുടെ കൂടെ കിട്ടുന്നത് ഒരു സെക്യൂരിറ്റിയാണ്. ചിലവർക്ക് ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്യാൻ, ഒരു പുറം നാട്ടിൽ ഒരു ഫോറിൻ ലാൻഡിൽ ഡ്രൈവ് ചെയ്യാൻ പേടിയുണ്ടാവും. ആ പേടി നിങ്ങൾക്ക് ഒരു കോൺവോയിൽ ഉണ്ടാവില്ല. നമ്മൾ കൂടെ ഉണ്ടാവും, നമ്മുടെ കൂടെ ഗൈഡ് ഉണ്ട്, നമ്മുടെ കൂടെ ഒരു മെക്കാനിക് ഉണ്ട്. കാറിന് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മൾ അത് നോക്കുന്നുണ്ട്. അപ്പോൾ ഒരു സെൽഫ് ഡ്രൈവ് ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു കൺട്രി എക്സ്പ്ലോർ ചെയ്യണ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു സ്റ്റൈലാണ് സെൽഫ് ഡ്രൈവ്. ഫെയർ ഫ്യൂച്ചറിൽ നിങ്ങൾക്കൊരു അഡ്വാൻറ്റേജ് ഉള്ളത്, നമുക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു വണ്ടി, നമ്മുടെ ഒരു വണ്ടി കൂടെ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഈ കോൺവേയിൽ നമ്മളായിരിക്കും ഈ കോൺവേ ലീഡ് ചെയ്യുന്നത്. പിന്നെ അതുകൂടാണ്ട് നിങ്ങൾക്ക് വണ്ടികളിൽ GPS ഉണ്ട്, നമ്മളെല്ലാ വോക്കി ടോക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ ഡെയിലി ഐറ്റിനറി ഗൈഡിങ് ഇതെല്ലാം നമ്മൾ ത്രൂ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു ഗ്രൂപ്പ് ടൂറുമാണ്, എന്നാൽ അതൊരു സെൽഫ് ഡ്രൈവാണ്. ആ സെൽഫ് ഡ്രൈവിൻ്റെ ഒരു അഡ്വഞ്ചർ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. നിങ്ങൾ തന്നെ ഡെസ്റ്റിനേഷൻ ഓടിച്ച് കാണുന്ന ഒരു ഫീലിംഗ് ആണ് ഈ ഒരു അഡ്വാൻറ്റേജിൽ കിട്ടുന്നത്. നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ജോർഡനാണ്. അപ്പം എന്താണ് ജോർഡനിലത്തെ ട്രാവൽ പ്ലാൻ? ജോർഡൻ്റെ ട്രാവൽ പ്ലാൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ട്രാവൽ പ്ലാനാണ്. നമ്മൾ 1500 കിലോമീറ്ററാണ് ഇതിനകത്ത് ടോട്ടൽ ഡ്രൈവ് ചെയ്യാൻ പോകുന്നത്. ഇതിനകത്ത് മേജറായിട്ടുള്ള കുറേ സംഭവങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ ജോർഡൻ എന്ന് പറഞ്ഞാൽ ഹിസ്റ്റോറിക്കലി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. എന്ന് പറഞ്ഞാൽ ജൂയിഷ് കൾച്ചറായാലും ക്രിസ്ത്യൻ കൾച്ചറായാലും മുസ്ലിം കൾച്ചറിലായാലും എല്ലായിടത്തും ജോർഡന് ഒരു പങ്കുണ്ട്. അപ്പം നമ്മളിങ്ങനെയുള്ള കുറേ സൈറ്റുകൾ നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ചേർച്ചസ് ഇൻ മിഡിൽ ഈസ്റ്റ്, ജീസസ് ക്രൈസ്റ്റിനെ ബാപ്റ്റൈസ് ചെയ്ത സ്ഥലം, വൺ ഓഫ് ദ ഓൾഡസ്റ്റ് റോമൻ ഔട്ട് പോസ്റ്റ്, ഡെഡ് സീ എന്ന് പറഞ്ഞ ഒരു യുണീക്ക് ആയിട്ടുള്ളൊരു ഫെനോമിനൻ. ഇറ്റ്സ് ദ ലോവസ്റ്റ് പോയിൻ്റ് ഓൺ എർത്ത്. അപ്പോൾ ഡെഡ് സീയിൽ പോകുന്നുണ്ട്. അവിടുത്തെ വൺ ഓഫ് ദ ഓൾഡസ്റ്റ് റിസർവ്, ദാന റിസർവ്, ഒരു വൈൽഡ് ലൈഫ് സാങ്ച്വറി എന്ന് തന്നെ പറയാം. ഈ മിഡിൽ ഈസ്റ്റ് ടെറൈനിൽ വളരെ വ്യത്യാസമായി നിൽക്കുന്ന ഒരു രാജ്യമാണ് ജോർഡൻ. എന്ന് പറഞ്ഞാൽ ജോർഡൻ ഒരു എൻറ്റയർ ഡെസേർട്ട് ലാൻഡ്സ്കേപ്പ് അല്ല. അപ്പോൾ ഈ പറഞ്ഞ ലാൻഡ്സ്കേപ്പുകളും പിന്നെ അതുകൂടാണ്ട് വേൾഡ് ഹെറിറ്റേജ് ആയിട്ടുള്ള സൈറ്റ് വിച്ച് ഈസ് പെട്ര. അത് നമ്മുടെ 7 വണ്ടേഴ്സ്, ന്യൂ 7 വണ്ടേഴ്സിൽ ഒരു സ്ഥലമാണ് പെട്ര. അപ്പോൾ പെട്ര നമ്മൾ ടച്ച് ചെയ്യുന്നുണ്ട്. അതുകൂടാണ്ട് നമ്മൾ വാദി റം ഇസ് വൺ ഓഫ് ദ മോസ്റ്റ് യുണീക്ക് ലാൻഡ്സ്കേപ്പ്. അതിനെ മാർസ് ലാൻഡ് എന്ന് പറയണം. ഇഷ്ടംമാരെ സിനിമകൾ ഷൂട്ട് ചെയ്ത ഒരു സ്ഥലമാണ്. മാർഷ്യൻ തന്നെ അവിടെ ഷൂട്ട് ചെയ്തതാണ്. നമ്മളവിടെ ഒരു ക്യാമ്പിൽ ഇൻ മിഡിൽ ഓഫ് വാദി റാം, ലോറൻസ് ഓഫ് അറേബ്യ, മെക്കനസ് ഗോൾഡ്, യുവർ ഇന്ത്യാന ജോൺസ്, നമ്മുടെ മലയാളം മൂവിയായ ആടുജീവിതം, ഇതെല്ലാം ഷൂട്ട് ചെയ്ത ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ടെറൈൻ. അവിടെ എല്ലാം നമ്മൾ ഡ്രൈവ് ചെയ്ത് പോയി. പിന്നെ അക്കാബ എന്നും പറഞ്ഞ ഒരു റെഡ് സീ കോസ്റ്റിലാണ് ഈ ഐറ്റനറി നമ്മൾ ചെന്ന് എത്തുന്നത്. അവിടെ നിന്ന് റിട്ടേൺ നമ്മൾ തിരിച്ച് അമാനിലേക്ക് ഒരു റൗണ്ട് ട്രിപ്പ്. നമ്മൾ ഓൾ ടുഗെദർ 1500 കിലോമീറ്റേഴ്സിൻ്റെ ഒരു ജേർണിയാണ്, ഒരു എപ്പിക് ജേർണി എന്ന് തന്നെ പറയാം. അതാണ് നമ്മൾ ഇപ്പോൾ ഈ ജോർഡനിൽ ചെയ്യാൻ പോകുന്നത്. So what are the upcoming 2026 road trips Fair Future has planned? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജോർഡനാണ് നമ്മുടെ ഫസ്റ്റ് റോഡ് ട്രിപ്പ് 2026. 24th of Jan ആണ് നമ്മൾ ട്രാവൽ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് എൻഡ് ഓഫ് ഫെബിൽ നമ്മൾ സദേൺ തായ്ലൻഡ്. ലാസ്റ്റ് ഇയർ നമ്മൾ ചെയ്തത് നോർത്തേൺ തായ്ലൻഡാണ്. ഈ പ്രാവശ്യം ചെയ്യാൻ പോണ സദേൺ തായ്ലൻഡ്, which will be from Bangkok to Phuket. It's again going to be a very epic destination drive because അതിനകത്ത് ഫേമസ് ആയ കൊസാമുയി, ക്രാബി ഇതെല്ലാം നമ്മൾ ആഡ് ചെയ്തിട്ടാണ് ഫുക്കറ്റിലേക്ക് വരുന്നത്. പിന്നെ നമ്മൾ നമ്മുടെ സ്വന്തം കൺട്രി ഇന്ത്യയിൽ തന്നെ നമ്മൾ ഹിമാലയൻ ഏരിയ കോൺകർ ചെയ്യാൻ വേണ്ടി വി ആർ ഗോയിങ് ടു അവർ ബ്യൂട്ടിഫുൾ ടെറൈൻ വിച്ച് ഇസ് ഇൻ ഹിമാചൽ പ്രദേശ്. ഹിമാചൽ പ്രദേശിൽ അത് കുറച്ച് ഒരു അഡ്വഞ്ചർ ടെറൈനാണ്. എന്ന് പറഞ്ഞാൽ അവിടെ 4x4 കുറച്ച് സ്നോ റൈഡും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് അതിൽ വരുന്നത്. അപ്പോൾ അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ട്രിപ്പാണ്. അത് മാർച്ചിൽ നമുക്ക് വരുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നമ്മുടെ ഫ്ലാഗ്ഷിപ്പായ പ്രോഡക്റ്റ് വിച്ച് ഇസ് സൗത്ത് ആഫ്രിക്ക. ഓക്കെ, സോ സൗത്ത് ആഫ്രിക്ക ഈസ് എനിബഡീസ് ഡ്രീം ആൻഡ് ഡ്രൈവിംഗ് ഇൻ സൗത്ത് ആഫ്രിക്ക ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ്. അപ്പോൾ സൗത്ത് ആഫ്രിക്ക നമ്മൾ കേപ്പ് ടൗൺ ജോഹാനസ്ബർഗ് വരെയാണ് ഡ്രൈവ് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മുടെ വരുന്നത് ഏപ്രിൽ എൻഡിലായിട്ടാണ്. ആൻഡ് ആ സീസൺ നമ്മൾ എൻഡ് ചെയ്യണം, ദാറ്റ് ഈസ് ദ സമ്മർ സീസൺ എൻഡ് ചെയ്യുന്നത് അഗെയിൻ എ വെരി ഇൻട്രസ്റ്റിംഗ് ഡെസ്റ്റിനേഷൻ കിർഗിസ്ഥാൻ. okay, which is in the Himalayan Karakoram range, Kyrgyzstan. Now Kyrgyzstan is one destination
where you can go maximum wild. Because Kyrgyzstan അറിയപ്പെടുന്നത് തന്നെ എന്ന് പറഞ്ഞാൽ ആ ഒരു സിറ്റി വിട്ട് കഴിഞ്ഞാൽ then there is no human civilization. സോ അങ്ങനത്തെ ഒരു ടെറൈനിലേക്കും നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ മിഡ് ഇയർ വരെയുള്ള കാലണ്ടർ. വി ഓൾസോ ഹാവ് പ്ലാൻസ് ടു ഡു ഐസ്ലൻഡ് നെക്സ്റ്റ് ഇയർ. വി ഹാവ് പ്ലാൻസ് ടു ഡു സ്കോട്ട്ലൻഡ് നോർത്ത് കോസ്റ്റ് സർക്യൂട്ട് ചെയ്യാനുള്ള പ്ലാൻസ് ഉണ്ട്. പിന്നെ അതുകൂടാണ്ട് നമുക്ക് മൊറീഷ്യസ് അങ്ങനെയുള്ള കുറച്ച് രാജ്യം കൂടി ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ആസ് വെൽ ആസ് വീൽ ഡു എ റിപ്പീറ്റ് ഓഫ് ജോർഡൻ. ബിക്കോസ് ജോർഡന് ഞങ്ങൾക്ക് നല്ല ഒരു മാർക്കറ്റിംഗ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ നല്ല റെസ്പോൺസാണ് കിട്ടിയത്. സോ വി മൈറ്റ് അഗെയിൻ ഡു എ ജോർഡൻ ഫോർ നെക്സ്റ്റ് ഇയർ ആൻഡ് വീൽ ഓൾസോ ഡു മലേഷ്യ. സോ ദീസ് ആർ അവർ പ്ലാൻസ് ഫോർ ദ നെക്സ്റ്റ് ഇയർ.